ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ സെപ്റ്റംബർ ആയിട്ടുണ്ട്. പുതിയൊരു മാസമാണ്. പുതിയൊരു മാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനങ്ങനെ എപ്പോഴും ഓരോ മാസവും പ്ലാൻ ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരാളല്ല. ഓരോ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്യും. പക്ഷേ ഈ മാസം കുറച്ച് സ്പെഷ്യലാണ്. പലരും ഗസ് ചെയ്തിട്ടുണ്ടാവും ഈ സ്പെഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, ബർത്ത്ഡേ ഒക്കെ ആയിരിക്കല്ലോ എന്ന് ഗസ് ചെയ്തിട്ടുണ്ടാവും. അതെ, സെപ്റ്റംബർ എൻ്റെ ബർത്ത്ഡേ മന്താണ്. ഓൾസോ ഞാൻ കുറച്ച് സ്റ്റിക്കർ പ്രിന്റ് എടുത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ സ്റ്റിക്കർ പ്രിന്റ് എടുക്കുന്നത്. ഇതെങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഞാൻ വൈകാതെ ഒരു ഷോർട്സിൽ പറയാം. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അയ്യോ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്തത് എന്നൊന്നും കാണിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അതുകൊണ്ട് എന്തായാലും അടുത്തൊരു ഷോർട്സിൽ ഞാൻ ചെയ്യാം. അപ്പൊ സ്പെഷ്യാലിറ്റിന്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബർത്ത്ഡേ മന്താണ്. രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി, ഈ ചാനലിലെ വെരി ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഈ 22nd ബർത്ത്ഡേ വ്ളോഗാണ്. അന്ന് വെറുതെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊരു വ്ളോഗാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലോ, ഒരു വീഡിയോ ഡയറി പോലെ ചെയ്താലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തതും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡാണ്. ലൈക്ക് ഓഗസ്റ്റ് കഴിഞ്ഞു, ഓഗസ്റ്റ് ഹൈലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാമെന്ന് വിചാരിച്ചു. ഇനി നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബർത്ത്ഡേ വ്ളോഗാണ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്തത്. ആ ഒരു സമയമാണെങ്കിലും അങ്ങനെ ഹെൽത്ത് ഒന്നും ഓക്കെ അല്ലായിരുന്നു, മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വോയിസ് ഓവർ എനിക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. കൊടുത്തപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്തത് പ്രൈവറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ പബ്ലിക് ആക്കി, പിന്നെ പ്രൈവറ്റ് തന്നെ ആക്കി. പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റോടും അമ്മേൻ്റോടും പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, ഫ്രണ്ട്സ് നല്ല കുഴപ്പമില്ല, രസമുണ്ട് ഇട്ടു എന്നൊക്കെ പറഞ്ഞപ്പം ഞാനത് പബ്ലിക് ആക്കി. ഇതിലെ കോമഡി എന്താണെന്ന് ഫസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതിപ്പോൾ എന്താ പറയാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നല്ല സ്ലോ ആയിട്ടാ പറയാ. അത് മാത്രമല്ല എൻ്റെ സ്ലാങ് ഇവിടെ ഭയങ്കര വടകര കൊയിലാണ്ടി സ്ലാങ് ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ പറയണല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു വേർഡ് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവോ എന്നുള്ള രീതിയിൽ കുറച്ച് നിർത്തി അതാണ് ഇതാണ് എന്നൊക്കെ അങ്ങനെ നോക്കിയാണ് ഞാൻ ഓരോ വോയിസ് ഓവറൊക്കെ കൊടുത്തു വന്നത്. വീഡിയോയിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ എനിക്കറിയില്ല. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണം, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയിൽ നടക്കുന്നത് എനിക്ക് പറയാനും പറ്റുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആസ് യൂഷ്വൽ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയുള്ള സ്പ്രെഡാണ്. ഓഗസ്റ്റ് ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതി, പിന്നെ സെപ്റ്റംബറിനായിട്ട് ഒരു സ്പ്രെഡും കൂടെ ചെയ്തു. ഇനിയിപ്പോൾ ഗോൾസ് എഴുതുന്നുണ്ട് ഈ ഒരു മന്തിലെ. അതുപോലെ തന്നെ ഈ മന്തിലെ കുറച്ച് ബക്കറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വേറൊരു സ്പ്രെഡിൽ ഈ സെപ്റ്റംബർ ഹൈലൈറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഫസ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്തത്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ സ്ലാങ് അല്ല വേ ഓഫ് ടോക്കിങ്ങും അപ്പോഴത്തെ എൻ്റെ വേ ഓഫ് ടോക്കിങ്ങും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. കാരണം നമ്മൾ കുറച്ചുകൂടെ ഇതുമായിട്ട് കംഫർട്ടബിൾ ആയി. എന്തൊരു കാര്യം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഇപ്പോഴത്തെ കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയി എന്നല്ല, എന്നാലും കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനല് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഞാൻ തന്നെ തന്നൊരു ഗിഫ്റ്റ് പോലെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത്. കാരണം ബർത്ത്ഡേക്ക് വ്ളോഗ് എടുത്തു, അപ്ലോഡ് ചെയ്തു, ഒരു പ്രതീക്ഷയില്ലാണ്ട് എനിക്കെന്താ ഒരു വീഡിയോ ഡയറി പോലെ കുറച്ച് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. പിന്നീട് എടുത്ത് കാണുമ്പോൾ ഒരു രസമല്ലേ, ബർത്ത്ഡേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതൊരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്പോട്ടിൽ തീരുമാനിച്ച് അപ്ലോഡ് ചെയ്തൊരു വ്ളോഗാണ് അത്. പക്ഷെ അതത്ര ആൾ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഡിസപ്പോയിന്റഡ് അല്ല, കാരണം ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇട്ടത്. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സൺഡേ റീസെറ്റ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അതിന് വോയിസ് ഓവർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരു വ്ളോഗ് ഇട്ടു. അത് അത്യാവശ്യം റീച്ചായി എന്ന് പറയാൻ കാരണം ഒരു ദിവസം കൊണ്ട് 1K വ്യൂസ് ആയി. അതെനിക്ക് ഭയങ്കര ഒരു 1K വ്യൂസോ അത്രയൊക്കെ ആയോ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ കിട്ടി. സെപ്റ്റംബർ 25th ഫസ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്തത്. ഇപ്പം നമുക്ക് 21K+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആ ഒരു സെപ്റ്റംബർ 25th ആവുമ്പം 25K ആയാലും നല്ല രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ ഗോൾസിൽ എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാലോ ആവോ ഇല്ലയോ എന്നൊക്കെ. അതുപോലെ ഒരു Q&A ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ Q&A ചെയ്തത് ഡിസംബറിലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ കുറേ പേര് വന്നിട്ടുണ്ട്. കുറേ പേര് Q&A ചെയ്യാൻ പറയുന്നുണ്ട്, റൂം ടൂർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ റൂം ടൂറും Q&Aയും ഒരു പ്രാവശ്യം ചെയ്തതാണ്. ഇനിയിപ്പോൾ റൂം ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി Q&Aന്റെ കാര്യം ഇപ്പം എന്തായാലും ഒരു 1 year പ്രമാണിച്ച് ഒരു Q&A ചെയ്യണമെന്നുണ്ട്. 1 year പ്രമാണിച്ചെന്ന് പറയുമ്പം സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആവും Q&A ചെയ്യാൻ. അതുപോലെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത വേറൊരു വീഡിയോ ആണ് ഹോം ടൂർ. ഇപ്പോൾ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് വീട്ടിൽ തന്നെ. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഹോം ടൂർ എടുക്കുന്നതല്ലേ നല്ലത്. അതാവുമ്പോൾ എനിക്കും കുറച്ചുകൂടെ ഒരു സന്തോഷമായിരിക്കും എടുക്കുമ്പോൾ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഹോം ടൂർ ഉണ്ടാവുള്ളൂ.
അതുപോലെ ഇതൊരു ബർത്ത്ഡേ മന്താണ്. പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് ഭയങ്കര പ്ലാനിങ് ആയിരിക്കും, ഭയങ്കര ബർത്ത്ഡേ ആയിരിക്കും, അങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമല്ല, ഞാൻ ബർത്ത്ഡേ സംബന്ധിച്ച് അങ്ങനത്തെ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും. പിന്നെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ, കാരണം നമ്മളെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ അതിന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് വെച്ച് ഭയങ്കര സെലിബ്രേഷൻ അങ്ങനെയല്ല. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ, ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ചെറിയ തോതിലെ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞുണ്ടാവാറുള്ളൂ. ഇനിയിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, ഒരു 2-3 ദിവസത്തേക്ക് ജേർണലിങ്ങിൻ്റെ ഷോർട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓണാണ് വരുന്നത്, വേറെയും കുറേ പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജേർണലിങ് നമുക്ക് ഒരു 3-4 ദിവസത്തേക്ക് ഒന്നും സ്റ്റോപ്പ് ചെയ്യാം. 3-4 ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല, ഒരു 3 ദിവസം സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ ഈ ഒരു ചലഞ്ച് എനിക്ക് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോകാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പേരോട് പറയുമ്പോൾ അത് പകുതിക്കൽ നിന്ന് സ്റ്റോപ്പ് ആയാലും എനിക്കൊരു എന്തോ പോലെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടും ഓരോ സ്പ്രെഡ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ നല്ല കമൻസ് ഒക്കെ പറയുമ്പോഴും എനിക്ക് നല്ല സന്തോഷമാവാറുണ്ട്. അതുപോലെ ചിലർക്ക് ഈ ജേർണലിംഗ് കോണ്ടന്റ്സ് ഇഷ്ടാവുന്നില്ല. ഇഷ്ടാവാത്ത 2 പേരുണ്ടാവും, പക്ഷേങ്കിൽ ഇഷ്ടാവുന്ന 50 പേരുണ്ടാവും. അപ്പം നമ്മൾ ആരെയാ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ഇഷ്ടാവുന്ന 50 പേരെ അല്ലേ. അതുപോലെ ജേർണലിങ്ങിന്റെ ഷോർട്സ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറേ പേരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യണമല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത് എൻ്റെ ഒരു ഡെയിലി റുട്ടീനിലുള്ള ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ, ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് രസമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റീൽസ് കണ്ടിരിക്കുക ചെയ്യുള്ളൂ. ഇപ്പം റീൽസ് കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാം ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജേർണലിങ്ങിന് പ്രത്യേകിച്ച് സ്റ്റൈല് കാര്യങ്ങൾ, റൂൾസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ചില ദിവസം സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചില ദിവസം കുറച്ച് പേപ്പറൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇവിടെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിരിക്കും. അങ്ങനെ മൂഡ് പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം. എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള സെപ്റ്റംബർ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 3 സ്പ്രെഡാണ് ഞാൻ ചെയ്തത്. 3 സ്പ്രെഡ് മീൻസ് 3 സ്പ്രെഡാണ് ചെയ്തത്. ഒരു സ്പ്രെഡിൽ ഒരു സൈഡ് ഓഗസ്റ്റിലെ ഹൈലൈറ്റ്, അപ്പുറത്തെ സൈഡ് സെപ്റ്റംബറിന്റെ ഒരു ഇത്, അപ്പുറത്തെ പേജിൽ ഗോൾസ് എഴുതിയിട്ടുണ്ട്, ഇപ്പുറത്തെ ബക്കറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ എഴുതി. ഇനി അടുത്ത ലാസ്റ്റ് സ്പ്രെഡിൽ ഹൈലൈറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളം വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ടേബിളിന്റെ കോലം ഇതാ ഇങ്ങനെയാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം തന്നെ വൃത്തിയാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് മുന്നേ വരെ ഞാൻ വൃത്തിയാക്കാത്തത് കൊണ്ട് ഇതൊരു വലിയ ഭാരമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ദിവസം ഞാൻ വൃത്തിയാക്കി. ഇനിയും അങ്ങനെ തന്നെ ഇട്ടാൽ ഇതൊരു വലിയൊരു പണിയായി മാറും. എന്തായാലും പറഞ്ഞ പോലെ ഓണം കഴിഞ്ഞിട്ട് ഞാനിതെങ്ങനെയാ പ്രിന്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു വീഡിയോന്റെ കൂടെ തന്നെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്ത് പിന്നെയും എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് ടാസ്ക് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഫില്ലായി വരുന്നത് കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഇന്ന് ചെയ്ത സ്പ്രെഡൊക്കെ നമുക്കൊരു ഫ്ലിപ്പ് ത്രൂ വീഡിയോ പോലെ കാണാം. ഇത് കഴിഞ്ഞ ഷോർട്സിൽ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓഗസ്റ്റ് ഹൈലൈറ്റ്സ് എഴുതിയിട്ടുണ്ട്. സെപ്റ്റംബറിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീസൺ ഓഫ് ബ്ലെസ്സിങ്സ് ആൻഡ് ചേഞ്ച് എന്നൊക്കെ ഞാൻ ഒരു കോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തീം വേർഡ് എന്ന് പറഞ്ഞിട്ട് കൺസിസ്റ്റൻസിയാണ് കൊടുത്തത്. അടുത്ത സ്പ്രെഡിലായിട്ട് ഗോൾസ് എഴുതിയിട്ടുണ്ട്. സെപ്റ്റംബർ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് എഴുതി. ഇനി ലാസ്റ്റ് സ്പ്രെഡിൽ ഹൈലൈറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടതാണ്. ലാസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ആ ഒരു മന്തിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡാണത്. ഇത്രയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാനിങ്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പം എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങളും സെപ്റ്റംബറൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. എന്തായാലും പ്ലാൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ എഴുതി സെറ്റ് ചെയ്യുക. അതുപോലെ ബുള്ളറ്റ് ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ബുള്ളറ്റ് ജേർണലിങ് ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല. ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഒട്ടിച്ച് അങ്ങനത്തെ സ്പ്രെഡൊക്കെ ചെയ്യാറ്. ഞാനത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.